സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമ്മൾ ഈ നമ്മുടെ ഇന്ത്യൻ പ്രതിരോധത്തിലെ മിസൈലുകളുടെ കൂട്ടത്തിൽ ഈ ഭാർഗവാസ്ത്ര എന്ന ഒരു മിസൈലുണ്ട്. അപ്പോൾ ഈ മിസൈല് ഒരു 2.5 കിലോമീറ്റർ പരിധിയിൽ ചില ഡ്രോണുകളെയൊക്കെ പ്രതിരോധിക്കാനാണ് നമ്മൾ തുടക്കത്തിൽ അതിനെ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഇത് 3 തട്ടുകളായിട്ട് ഈ പ്രതിരോധത്തിൻ്റെ മാർഗം ഈ ഭാർഗവാസ്ത്രം ഉപയോഗിച്ച് പ്രതിരോധിക്കേണ്ടതിന് 3 തട്ടുകളായി തിരിച്ചതായിട്ടാണ് പറയുന്നത്. സാർ, അങ്ങനെ 3 തട്ടുകളായി തിരിച്ചുകൊണ്ടുള്ള ഈ മിസൈലിൻ്റെ ആക്രമണ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ? പൊതുവിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ 3 തട്ടുകളായി പ്രതിരോധിക്കുന്ന ആ രീതിയെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു സത്യമാണ്, ഡ്രോണുകൾ ആധുനിക യുദ്ധത്തിന്റെ വിജയപരാജയങ്ങളെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്നുള്ളത്. അപ്പോ ആക്രമണകാരികളായ ഡ്രോണുകളെ പ്രതിരോധിക്കേണ്ട ആവശ്യകതയും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി ലോകം മുഴുവൻ നെട്ടോട്ടം ഓടുകയാണ്. ഡ്രോണുകൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ്. ഈ ചെലവ് കുറഞ്ഞ ഡ്രോണുകളെ ചെലവേറിയ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമ്പോൾ ഡ്രോണിനെ തകർത്ത് നമ്മൾ വിജയിക്കുമെങ്കിലും നമ്മൾ സാമ്പത്തികമായിട്ട് തകരുക. ഇതിപ്പോ അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. അതായത് പേട്രിയോട്ട് മിസൈലുകളൊക്കെ ഉപയോഗിച്ച് ഷഹീദ് ഡ്രോണുകളെ തകർക്കുമ്പോൾ ഒരു ഷഹീദ് ഡ്രോൺ നിർമ്മിക്കാൻ $40,000 ആണെങ്കിൽ പേട്രിയോട്ട് മിസൈൽ നിർമ്മിക്കാൻ ഏതാണ്ട് $40 ലക്ഷം. അത് എത്ര കാലം അങ്ങനെ പ്രതിരോധിക്കും? ഇതാണ് ലോകം നേരിടുന്ന ഒരു പ്രശ്നം. പ്രത്യേകിച്ച് ഇതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട് വരാൻ പോകുന്ന സ്വാം ഡ്രോണുകളുടെ കാലം വരികയാണ്. അതായത് കൂട്ടത്തോടെ ഇരച്ചു വരുന്ന ഒരു ഡ്രോൺ. ഈ കൂട്ടത്തോടെ ഇരച്ചു വരുന്ന ഡ്രോണുകളെ നേരിടുന്നതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒറ്റ മിസൈൽ, ഈ പറയുന്ന വലിയ ചെലവേറിയ മിസൈലുകൾക്കൊന്നും ഒരു കാര്യമില്ല. കാരണം അത് വളരെ ചെറിയ മിസൈലാണ്. ഈ വലിയ ചെറിയ ഡ്രോണാണ്. അതിനെ ഒരു വലിയ മിസൈൽ പോയി തകർക്കുന്നത് എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്നത് പോലാണ്. അതിൽ കൂടുതലൊരു നല്ല പ്രയോഗം, അതിനേക്കാൾ പ്രസക്തമായ ഒരു പ്രയോഗം ഇന്നില്ല. പക്ഷെ ഇവിടെ ഒരു മറുമരുന്നുമായിട്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ മൈക്രോ മിസൈലുകളാണ്. ഡ്രോണിനേക്കാൾ ചെലവ്, ഇപ്പൊ 40,000 ഡോളറാണ് ഒരു ഷഹീദ് ഡ്രോണിന്റെ ചെലവെങ്കിൽ $4,000-5,000 മാത്രം ചെലവ് വരുന്ന ഒരു മൈക്രോ മിസൈലുമായിട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കും. അതാണ് ഈ ഭാർഗവാസ്ത്ര എന്ന സംവിധാനം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഈ ഭാർഗവാസ്ത്ര ആദ്യം നമ്മൾ വിഭാവനം ചെയ്തിരുന്നത് നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഡ്രോണുകൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ വെറും 2.5 കിലോമീറ്റർ അകലെ എത്തുമ്പോഴാണ് ഈ ഭാർഗവാസ്ത്രയുടെ മിസൈലുകൾ പോയിട്ട് അത് തകർക്കുന്നത്. പക്ഷെ അതിപ്പോ നമ്മൾ അത്തരം ഡ്രോണുകൾ വിന്യസിച്ചു കഴിഞ്ഞു, ഭാർഗവാസ്ത്രയുടെ ആദ്യഘട്ടം. പക്ഷെ ഭാർഗവാസ്ത്രയുടെ നിർമ്മാതാക്കളായിട്ടുള്ള പൂനെ ആസ്ഥാനമാക്കിയിട്ടുള്ള സോളാർ ഡിഫൻസ് അവര് പറയുന്നത് ഭാർഗവാസ്ത്രയുടെ സങ്കല്പം അവർ കുറച്ചുകൂടി വിശാലമാക്കി. ആ സങ്കല്പം അനുസരിച്ച് ഈ 3 തട്ടുകളായിട്ടുള്ള ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനം ആയിരിക്കും വരും ദിവസങ്ങളിൽ നിലവിൽ വരാൻ പോകും. അതായത് 2030 അത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി. ഇപ്പോൾ നമ്മളുടെ സൈന്യം ഉപയോഗിക്കുന്ന ഭാർഗവാസ്ത്ര സ്റ്റേജ് 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 കൂടി ചേർക്കും. അതിന്റെ ഒരു വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2.5 കിലോമീറ്റർ ദൂരത്ത് ശത്രു ഡ്രോണുകൾ, അത് കാമിക്കാസ എന്ന് പറയുന്ന സൂയിസൈഡ് ഡ്രോൺ, അല്ലെങ്കിൽ ലോയിറ്ററിംഗ് മ്യൂണീഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ഈ സ്വാം ഡ്രോണുകളാകട്ടെ, അതിനെയൊക്കെ 2.5 കിലോമീറ്റർ അകലത്തിൽ വെച്ച് തകർക്കുക എന്നതാണ് ഈ ഭാർഗവാസ്ത്ര കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ 2ാം ഘട്ടം വരുമ്പോൾ ഈ 2.5 കിലോമീറ്ററിനപ്പുറം 6 തൊട്ട് 10 കിലോമീറ്റർ അപ്പുറം വെച്ച് തന്നെ ഇതിനെ തകർക്കുന്ന ഒരു സംവിധാനമാണ് ഇതിന്റെ ഭാർഗവാസ്ത്ര സ്റ്റേജ് 2. സ്റ്റേജ് 3 വരുമ്പോഴത്തേക്കോ 25 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ തകർക്കും. ഈ തരത്തിലുള്ള തട്ടുകളായിട്ടുള്ള ലെയേർഡ് ഡിഫൻസിന്റെ ഗുണം നമ്മൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അനുഭവിച്ചു. കാരണം S-400 എന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യ ഉപയോഗിക്കുന്ന
പക്ഷെ അവരെക്കാൾ അത് ഭംഗിയായിട്ട് ഉപയോഗിച്ച ഇന്ത്യ. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ലെയർ ഡിഫൻസിന്റെ ഇന്ത്യ S-400 ഉപയോഗിച്ചത് ലെയർ ഡിഫൻസിന്റെ ഭാഗമാണ്. അതിന്റെ ആദ്യ ഭാഗത്ത് ഏറ്റവും ദൂരത്തു നിന്ന് വരുന്ന മിസൈലുകളെ S-400 തകർക്കും. അതിനെ രക്ഷപ്പെട്ടു വരുന്നതിനെ ഈ ബറാക്കെട്ട് തകർക്കും. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നാൽ ആകാശത്ത്. അങ്ങനെ 3 പ്രതിരോധ സംവിധാനം. അപ്പം തട്ടുകളുമായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ ഗുണം ആദ്യത്തെ പിന്നെ തട്ടിനെ അല്ലെങ്കിൽ ആദ്യത്തെ നെറ്റിനെ ആദ്യ പ്രതിരോധ വലയെ ഭേദിച്ച് അകത്ത് കയറുന്നത് രണ്ടാമത്തെ വലയിൽ കുരുങ്ങിച്ച് തീരും. രണ്ടാമത്തെ വലയും വെട്ടിച്ച് അകത്തേക്ക് കയറുന്നത് മൂന്നാമത്തെ വലയിൽ ചെന്ന് വീഴും. ഇനി ഒന്നുമല്ല, അപ്പോ അതും കഴിഞ്ഞ് വരുന്ന മിസൈലുകളും ഡ്രോണുകളും ഉണ്ട്. അതിനാണ് ഈ ഭാർഗവാസ്ത്ര. നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കും ഭാർഗവാസ്ത്ര. അപ്പോ ഈ ആകാശം എന്ന് പറയുന്നത് ഒരു 50 കിലോമീറ്റർ ഒക്കെ അകലെ വരെയുള്ളതാണ്. അതും കഴിഞ്ഞ് അകത്തോട്ട് കയറിയാൽ ഭാർഗവാസ്ത്രയുടെ മൂന്നാമത്തേത് തകർക്കും. അതും കഴിഞ്ഞാൽ ഭാർഗവാസ്ത്രയുടെ രണ്ടാമത്തെ നിര തകർക്കും. ഏറ്റവും കഴിഞ്ഞാൽ ഈ 2.5 കിലോമീറ്റർ അകലെ വെച്ചും തകർക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രതിരോധ സ്ഥാപനങ്ങളാവട്ടെ, നമ്മുടെ മറ്റ് വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ മേഖലകളാകട്ടെ, ഒക്കെ തന്നെ ഈ മൾട്ടി ലെയേർഡ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ അതിനെയൊക്കെ രക്ഷിക്കും. ഈ ഭാർഗവാസ്ത്ര ഒരേ സമയം 60 മൈക്രോ മിസൈലുകൾ വിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ സ്വാം എന്ന് പറഞ്ഞാൽ ഒരു 30-40 ഡ്രോൺ ഒരുമിച്ച് വരികയാണ്, ചെറിയ ഡ്രോണുകൾ. പക്ഷെ ഭാർഗവാസ്ത്രയുടെ അടുത്ത് അതിന് കാര്യമില്ല. കാരണം 60 മൈക്രോ മിസൈൽ ഒരേ സമയം വിക്ഷേപിക്കും. ഈ 40 എണ്ണം വരുമ്പോൾ 60 മിസൈൽ പോവാം. അപ്പൊ എന്തായാലും ഇതിനെ തകർക്കാൻ പറ്റും. വരുന്ന ദിവസങ്ങളിൽ ഈ മൈക്രോ മിസൈൽ ഒരേ സമയം വിക്ഷേപിക്കുന്ന 60 എന്നുള്ളത് 100 ആക്കി ഉയർത്താനാണ് ഇതിന്റെ നിർമ്മാതാക്കളായ സോളാർ ഡിഫൻസ് ശ്രമിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു പ്രസക്തി ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇതിനോടൊപ്പം ഇതൊരു സമ്പൂർണമായ ഒരു സംവിധാനമാണ്. ഒരു വാഹനത്തിൽ ഏതാണ്ട് 7.5 ടണ്ണുള്ള ഒരു വാഹനത്തിലാണ് ഈ സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുന്നത്. ആ വാഹനം എങ്ങോട്ട് വേണമെങ്കിലും നീക്കാവുന്നതാണ്. അപ്പോ അത് സ്ഥായിയായി ഒരിടത്തുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചാക്രമിക്കാം. പക്ഷെ ഇത് സ്ഥായിയായിട്ട് നിൽക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതിനോടനുബന്ധിച്ചുള്ള റഡാറുകളാണ്. ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിങ്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സീക്കറുകൾ തുടങ്ങിയ എല്ലാം ഇതിനകത്തുണ്ട്. അതായത് റേഡിയോ തരംഗങ്ങൾ മുഖേന വരുന്ന ഡ്രോണുകളെ സ്പോട്ട് ചെയ്യാൻ നോക്കും, ലൊക്കേറ്റ് ചെയ്യാൻ നോക്കും. അതല്ലെങ്കിൽ പിന്നെ ഓപ്റ്റിക്കൽ, അതായത് പ്രകാശരശ്മി ഉപയോഗിച്ച് നോക്കും. ഇനി അതും അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ചൂട് അതിന്റെ പുറപ്പെടുവിക്കുന്ന അത് വെച്ച് നോക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു റഡാർ സംവിധാനവുമായിട്ട് ഇത് ഈ മൈക്രോ മിസൈലുകൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. റഡാർ ഇത് ലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ തീരുമാനമെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉടൻ തന്നെ ഇതിന്റെ മൈക്രോ മിസൈലുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഈ പറയുന്ന ദൂരപരിധിയിൽ എത്തുമ്പോഴേക്കും മൈക്രോ മിസൈലുകൾ പുറപ്പെട്ട് ശത്രുവിനെ നശിപ്പിച്ചിരിക്കും. ശത്രുവിന്റെ, അതായത് വളരെ ചെറിയ വളരെ മൈക്രോ ഡ്രോണുകളെ പോലും നശിപ്പിക്കാനുള്ള ശേഷി ഈ മൈക്രോ മിസൈലുകൾക്കുണ്ട്. ചെലവ് കുറവാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോ യുദ്ധം ജയിച്ചാലും സാമ്പത്തികമായി നമ്മൾ തകരുന്ന ഒരു വൈരുദ്ധ്യം ഈ ഭാർഗവാസ്ത്രയുടെ കാര്യത്തിലില്ല. ഭാർഗവാസ്ത്ര വളരെ ഇഫക്റ്റീവായിട്ട് പലതരം കാലാവസ്ഥകളിലും പ്രവർത്തിപ്പിച്ച് വിജയിച്ചു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ലഡാക്ക് പോലുള്ള അതീവ തണുപ്പുള്ള പ്രദേശങ്ങളിലും രാജസ്ഥാൻ മരുഭൂമികളിലും ഒക്കെ ഒരേ സമയം ഒരേ തരം കാര്യക്ഷമത ഈ സംവിധാനം കാണിച്ചു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. സോളാർ ഇൻഡസ്ട്രീസ് ഇപ്പോൾ വലിയൊരു പ്രതിരോധ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിന്റെ ഉടമസ്ഥനെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ള, അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട് കുറച്ചു കാലം റെയിൽവേ സ്റ്റേഷനിൽ വരെ കിടന്ന് പിന്നെ ഉറങ്ങേണ്ട വന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിട്ട് 10-50 വയസ്സിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് വ്യവസായം തുടങ്ങി ഒരു കോടീശ്വരനായി മാറിയ വ്യക്തിയാണ്. അപ്പോ എല്ലാത്തരം പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ഒരു വ്യക്തിയുടെ സ്ഥാപനമാണത്. അപ്പൊ അത് എല്ലാത്തരം ഏത് കാലാവസ്ഥയും അതിജീവിക്കാനുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് അവരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സുദർശന ചക്ര എന്ന ഒരു ഇന്റഗ്രേറ്റഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്.
ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ആയിട്ടും ഇത് സംയോജിപ്പിക്കും. അപ്പോ ഞാൻ പറഞ്ഞ പോലെ S-400 തൊട്ട് ഭാർഗവാസ്ത്രം വരെ അടങ്ങുന്ന ഒരു വ്യോമ പ്രതിരോധം അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനം രൂപം കൊള്ളുകയാണ്. അത് മൊത്തത്തിൽ അതിന് പറയുന്ന പേരായിരിക്കും ഈ സുദർശന ചക്ര എന്നുള്ളത്. അങ്ങനെ വിവിധ ഘടകങ്ങൾ അതുമായിട്ട് സംയോജിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ആകാശത്തിലുള്ള ഉപഗ്രഹങ്ങളിൽ നിന്നായിരിക്കും ഇനി ഈ സെൻസറുകൾ ഉള്ളതും പിന്നെ അതുപോലെ തന്നെ റഡാറുകൾ പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് 3യുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, BMD-3യുടെ. അതും വലിയൊരു മുന്നേറ്റമായിരിക്കും. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം നിലവിൽ വരാൻ പോകുന്നത്. എന്തായാലും ശരി, ഒരു മിസൈൽ പ്രതിരോധത്തിൽ, വ്യോമ പ്രതിരോധത്തിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ നമുക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച വാർത്തകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പുറത്തു വരും. കാരണം ഇത് സ്റ്റേജ് 2വിന്റെ സ്റ്റേജ് 3 ഞാൻ പറഞ്ഞ 10 കിലോമീറ്റർ, അത് 2.5 കിലോമീറ്ററിന്റെയാണ് ആദ്യം, പിന്നീട് 6 തൊട്ട് 10 കിലോമീറ്റർ വരെ റേഞ്ചുള്ള സ്റ്റേജ് 2ഉം പിന്നെ 25 കിലോമീറ്ററിന്റെയും വരികയാണ്. ഇതിന്റെ രണ്ടിന്റെയും പരീക്ഷണങ്ങൾ ഒരേപോലെ പുരോഗമിക്കുന്നു. 6 മുതൽ 10 കിലോമീറ്റർ പരിധിയിൽ വെച്ച് ശത്രു ഡ്രോണുകളെ തകർക്കുന്ന സ്റ്റേജ് 2 ഇപ്പോൾ ഉടനെ അത് അതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാകുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മറ്റത് കുറച്ചുകൂടി എടുക്കും. എന്തായാലും 2030 നമ്മുടെ പ്രതിരോധ സംവിധാനം കുറ്റമറ്റതാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വിവരങ്ങളുമായിട്ട്, പുതിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, പുതിയ വിശകലനങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സാർ.